2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചെടുത്തു. ഇപ്പോൾ സഹകരണ മേഖലയിൽ നേരിട്ട് വ്യാപാരം നടത്തുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അങ്ങാടി കേരള ആപ്പ് എന്ന് പറയുന്നത്. പുതുതായിട്ട് നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന തൃശൂർ കോർപ്പറേഷന്റെ ഒരു പദ്ധതിയുണ്ട്. അതാണ് മന്ന പദ്ധതി എന്ന് പറയുന്നത്. നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും തൃശൂർ കോർപ്പറേഷൻ ഒരു നേരത്തെ ആഹാരം സൗജന്യമായിട്ട് നൽകുന്നു. ആ പദ്ധതിയാണ് മന്ന പദ്ധതി എന്ന് പറയുന്നത്. 2024 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2024 32ാം എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. ആഴ്ചയിൽ 2 ദിവസം അംഗൻവാടികളിൽ പാല്, മുട്ട പോലുള്ള പോഷകഘടകങ്ങൾ നൽകുന്ന പദ്ധതിയാണ് പോഷകബാല്യം എന്ന് പറയുന്നത്. ആഴ്ചയിൽ 2 ദിവസം അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷകബാല്യം എന്ന് പറയുന്നത്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ OPയിൽ ക്യൂ നിൽക്കാതെ തന്നെ OP ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇ-ഹെൽത്ത് കേരള എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇ-ഹെൽത്ത് കേരള ആപ്ലിക്കേഷൻ വഴി ഓൺലൈനായിട്ട് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ക്യൂ നിൽക്കാതെ OP ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്.